വ്യാജരേഖ സമർപ്പിച്ചാണ് IAS നേടിയത് എന്ന് തെളിഞ്ഞിട്ടും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആസിഫ് കെ യൂസഫിനെ ചേർത്ത് പിടിച്ച സർക്കാർ. മുൻ സർക്കാരിന്റെ അതേ പാതയിലാണ് സതീശൻ സർക്കാരുമെന്ന് വ്യക്തം. ആസിഫിനെതിരെ നടപടി സ്വീകരിച്ചു വരികയാണ് എന്നായിരുന്നു 2 വർഷം മുൻപ് ഇടത് സർക്കാർ നൽകിയ വിശദീകരണം. എന്നാൽ ഇതുവരെയും ഇരു സർക്കാരുകളും നടപടി സ്വീകരിച്ചിട്ടില്ല എന്നത് വ്യക്തം. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഗവർണറെ സമീപിച്ചിരിക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, 2 വർഷം മുൻപ് വിവരാവകാശ ഒരു മറുപടി ലഭിച്ചു. അതായത് ഈ വ്യാജരേഖ ചമച്ച IAS നേടിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ച് ഞങ്ങൾ വരികയാണ് എന്ന്. 2 വർഷമായിട്ടും ആ നടപടി ഇങ്ങ് എത്തിയിട്ടില്ല. ഇപ്പോൾ പുതിയ സർക്കാർ വന്നു. സതീശൻ സർക്കാരിനും യാതൊരു കുലുക്കവും ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ തലപ്പത്തിരിക്കുന്നവർ ഇത്രയും വലിയ ഗുരുതരമായ ക്രമക്കേട് കാണിച്ചിട്ടും സംരക്ഷിക്കാൻ ഇടത് വലത് സർക്കാർ മത്സരിക്കുകയാണ്. മിഥുൻ, തീർച്ചയായിട്ടും നമുക്കറിയാം ആസിഫ് കെ യൂസഫ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അതേ ആൾ ഇത്തരത്തിൽ IAS നേടിയതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്. അത് വിവാദങ്ങൾ മാത്രമല്ല, സർക്കാർ ഔദ്യോഗികമായി വിവിധ വകുപ്പുകൾ നടത്തിയ വിവിധ അന്വേഷണങ്ങളിൽ ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തതാണ്. ഇത്തരത്തിൽ തെറ്റായ രേഖകൾ, അതായത് പ്രത്യേകിച്ച് വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ക്രീമി ലെയർ OBC സർട്ടിഫിക്കറ്റ്, ഇവയെല്ലാം ഇത്തരത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടും അത് സമർപ്പിച്ചുകൊണ്ടാണ് IAS നേടിയത് എന്നുള്ളതാണ്. ഈ ക്രീമി ലെയർ OBC വരുമാനത്തിൽ കുറഞ്ഞ വരുമാനമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റാണ്. പക്ഷേ വലിയ വരുമാനമുള്ള, പാരമ്പര്യമായി തന്നെ വലിയ വരുമാനമുള്ള ആ കുടുംബത്തിൽ നിന്ന് വരുന്ന ആസിഫ് കെ യൂസഫ് ഇത്തരത്തിൽ കുറഞ്ഞ വരുമാനമെന്ന് കാണിച്ച് ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രീമി ലെയർ ഉൾപ്പെടുത്തി അതിൻ്റെ ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ട് IAS നേടിയത്. അല്ലെങ്കിൽ മറ്റൊരു കുട്ടിക്ക് ആ ഒരു ആസിഫ് കെ യൂസഫിന് പകരം മറ്റൊരു ഉദ്യോഗാർത്ഥിക്ക് കേരള കേഡറിൽ ഇത്തരത്തിൽ IAS നേടേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. അത്തരത്തിൽ തെറ്റായ രീതിയിലുള്ള വിവരങ്ങൾ, തെറ്റായ രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചുകൊണ്ടാണ് ആസിഫ് കെ യൂസഫ് IAS നേടിയത് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിനെതിരെ നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നുള്ളത് 2024 ഒക്ടോബർ 25 നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട്. പക്ഷേ ആ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ ഈ 24 ശേഷം ഇപ്പോൾ 2026 2 വർഷം പിന്നിട്ടിട്ടും ഇയാൾക്കെതിരെ കടുത്ത നടപടികളൊന്നും എടുത്തിട്ടില്ല എന്നത് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. അത്തരത്തിലുള്ള ആരോപണം തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയൽ ഇത് സംബന്ധിച്ച് വാർത്താ സമ്മേളനം നടത്തി ഇതിൻ്റെ രേഖകൾ പുറത്തുവിട്ടിരുന്നു. ഒപ്പം തന്നെ ഈ മുസ്ലിം ലീഗ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ ഈ നിയമനം റദ്ദാക്കണമെന്നും അപ്രധാന വകുപ്പുകളിലേക്ക് തിരികെ അയക്കണമെന്നടക്കമുള്ള ആവശ്യമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണറെ സമീപിച്ചിരിക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. ഇതിനു മുമ്പ് പ്രൊബേഷൻ പോലും ഇത്തരത്തിൽ പൂർത്തിയാക്കാൻ അനുവദിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വ്യാജ രേഖ, അതായത് തെറ്റായ രേഖ സമർപ്പിച്ച് IAS നേടിയതായതിനാൽ പ്രൊബേഷൻ പൂർത്തിയാക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. മറ്റു നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇയാളെ ആസിഫ് കെ യൂസഫിനെ ഇത്തരത്തിൽ അപ്രധാന വകുപ്പുകളിലായിരുന്നു നിയമിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ സുപ്രധാന വകുപ്പിലേക്ക് നിയമിച്ചത്, അതായത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്നുള്ള നിർണായക പദവിയിലേക്ക് നിയമിച്ചത് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഗവർണറെ സമീപിച്ചിരുന്നത്. ഗവർണർ ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടികളിലേക്ക് രാജ്ഭവൻ കടന്നിരിക്കുന്നു, അല്ലെങ്കിൽ കത്തിന്മേൽ ചില നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ആസിഫ് കെ യൂസഫിന് എന്തിനാണ് ഇടത് വലത് സർക്കാരുകൾ ഇങ്ങനെ സംരക്ഷണം നൽകുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ആസിഫിൽ എന്താണ് താല്പര്യം, എന്താണ് നിക്ഷിപ്ത ലക്ഷ്യമെന്ന് കൂടി നമ്മൾ കണ്ടറിയേണ്ടതിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് 2 കൽപ്പിച്ച് മുന്നോട്ടുണ്ട്. ഗവർണറെ സമീപിച്ചിരിക്കുകയാണ്, ഇടപെടൽ തേടി എന്നുള്ളതാണ്. മിഥുൻ അയ്യപ്പൻ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്ത.